അസ്സലാമലൈക്കും. എല്ലാവർക്കും ആഫി ഫ്ലേവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി മത്തങ്ങ കുറുമയാണ്. നല്ല വെറൈറ്റിയും ടേസ്റ്റുമായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പം നിങ്ങൾ എന്തായാലും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, അരിപ്പത്തിൻ്റെ കൂടെ ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പം നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് നമുക്ക് വേണ്ടുള്ളത് 2 മീഡിയം സൈസ് സവാള കുഞ്ഞായിരുന്നത്, പിന്നെ മെയിനായിട്ട് വേണ്ടുള്ളത് മത്തങ്ങ. ഇത് തൊള്ളിയൊക്കെ ചെത്തി കളഞ്ഞിട്ട് കുഞ്ഞു പീസായിട്ട് അരിയണം. ഏകദേശം ഒരു 800 ഗ്രാം വരും. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്. ഇത് ഓപ്ഷനാണ്, ഇല്ലെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മളിതാ മത്തങ്ങയുടെ തൊലിയൊക്കെ ചെത്തി കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകും വേണം. അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന കുക്കറിലാണ്. കുക്കർ അടുപ്പിലേക്ക് വെക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് കടുകിട്ടെടുത്തിട്ട് കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം. പിന്നെ നമുക്ക് 2 ഉണക്കമുളക് ഇട്ടുകൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് കീറ ചെയ്ത് ഇട്ട് കൊടുക്കാം. എരിയൊക്കെ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന മത്തങ്ങ പീസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴറ്റേണ്ട, നമ്മൾ മത്തങ്ങയൊക്കെ വേവിക്കാനുള്ളതല്ലേ, അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. അപ്പം നമ്മളിതാ ഇവിടെ എല്ലാം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടിയും, പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ. പിന്നെ നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മത്തങ്ങയല്ലേ, മധുരമല്ല, അതുകൊണ്ട് നമുക്ക് ഇത്തിരി കൂടെ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നല്ല മിക്സ് ചെയ്ത് ഇതിൻ്റെ ഒരു മണം മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, മത്തങ്ങ ആയതുകൊണ്ട് പെട്ടെന്ന് വേവും. പിന്നെ തേങ്ങയൊക്കെ അരച്ച് ചേർക്കാനായിട്ടുള്ളതുകൊണ്ട് കുറച്ച് വെള്ളം മതി. ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. നമ്മളിവിടെ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിൽ ഇട്ടുകൊടുത്തിട്ട് നല്ലൊന്ന് പേസ്റ്റാക്കി എടുക്കാം. നമുക്ക് തേങ്ങാപ്പാലായിട്ട് ഇടാം, അല്ലാതെ തേങ്ങ കൊത്തുമായിട്ടിടാം. നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാം. അപ്പം നമുക്ക് തേങ്ങയോടെ ഇടാം, തേങ്ങാപ്പാലൊന്നും വേണമെന്നില്ല. അപ്പം നമുക്ക് അരയ്ക്കാം. ഇതാ നമ്മൾ നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മളെ മത്തങ്ങ നല്ല രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ മത്തങ്ങ ഉടച്ചു എടുക്കാം, അല്ലാതെ ഇങ്ങനെ എടുക്കാം. നമ്മളിവിടെ ഇത്തിരി ഉടയ്ക്കുന്നുണ്ട്. അപ്പം നല്ല ഇതായിട്ട് ഇരിക്കുമല്ലോ. അപ്പോൾ നമ്മളിവിടെ കുറച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല പേസ്റ്റാക്കി വെച്ചിരുന്ന ആ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് തേങ്ങ പേസ്റ്റ് ചെയ്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ അത് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മത്തങ്ങയും തേങ്ങയൊക്കെ നല്ല മിക്സ് ആവുന്ന രീതിയിൽ നല്ല രീതിയിൽ അത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് തിളയ്ക്കണ്ട കേട്ടോ, ചെറുതായിട്ടൊന്നും ചൂടായാൽ മാത്രം മതി. അപ്പം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് കുറച്ച് കറിവേപ്പില പിച്ചി ഇട്ട് കൊടുക്കാം. അപ്പം അതിൻ്റെ മണവും കൂടെ അടിക്കും. ഇതാണ് പോലെ മത്തങ്ങ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സർവിംഗ് ബൗളിലേക്ക് മാറ്റാം.
അടിപൊളിയായിരുന്നു. അപ്പം നിങ്ങൾ എന്താ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഇഷ്ടപ്പെടാത്ത പിള്ളേർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എനിക്ക് സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എനിക്ക് കമൻറ്റ് കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാറുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൊടുത്തോട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്തിട്ട് ഓളെന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് എഴുതിയിരിക്കാൻ മറക്കണ്ട. ഇൻഷാല്ലാ അടുത്ത വീഡിയോ നമുക്ക് ഇനി കാണാം. എല്ലാവരും സേഫായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.